യഥാർത്ഥ മകളെ മറ്റൊരാളുടെ ചുമലിലേക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാനാ ആശുപത്രിയിൽ നിന്ന് ഞാൻ വന്നത്. എന്റെ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അറിയാലോ. വളച്ചു കെട്ടൊന്നുമില്ലാതെ തുറന്നു പറയാം. എന്റെ മകൾ ആശുപത്രിയില. നിന്റെ മോളെ രജനിയെ കുത്തിയത്. സിദ്ധു അല്ലേ? അങ്ങനെയല്ലേ? ഞാൻ പറഞ്ഞതിൽ തെറ്റെന്തെങ്കിലും ഉണ്ടോ? അവിടെ ആശുപത്രിയിൽ എല്ലാവരും ഉണ്ട്. ആർക്കും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇതുവരെ നമ്മൾ അങ്ങും ഇങ്ങും തൊടാതെ സംസാരിച്ചത്. പക്ഷേ ഇപ്പൊ വ്യക്തമാക്കേണ്ട സമയമായി. ഞാൻ കൃത്യമായി പറയുക ബലരാമ, തനുജയുടെ കാര്യത്തിൽ താനൊരു തീരുമാനം എടുത്തേ പറ്റൂ. അത് സിദ്ധു, തന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ എന്റെ അവസ്ഥ താനും മനസ്സിലാക്കണം. ചന്ദ്രമതിയുടെ ദുഃഖവും ദേഷ്യവും ഒക്കെ ഞാൻ കണ്ടു. അതുപോലെ എനിക്കൊരു ഭാര്യയുണ്ടെന്നും അവൾക്കും ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടെന്ന് താനും അറിയണം. സമൂഹം എന്തു പറയുന്നതായിരിക്കും തന്റെ പേടി. സമൂഹത്തിന്റെ പഴി കേട്ടോണ്ടിരിക്കുക ഞാനും, അതൊരു തെറ്റും ചെയ്യാതെ. ഈ പറയുന്നതെല്ലാം ശരിയാണ്. പക്ഷെ ഞാൻ എന്താ ചന്ദ്രയോട് പറയാ? നീ എന്തോ പറയണമെന്ന് ഞാനല്ല പറഞ്ഞു തരേണ്ടത്. ഇപ്പോഴല്ല ചന്ദ്രമതിയെ പറ്റി ഓർക്കേണ്ടത്, അത് അന്ന് ഓർക്കണമായിരുന്നു. സിദ്ധു പ്ലീസ്, അതൊന്നും ഓർമ്മിപ്പിക്കണ്ട പ്ലീസ്. ഓർമ്മിപ്പിച്ചതല്ല, മറന്നു പോകരുതെന്ന് സൂചിപ്പിച്ചതാ. ഒരു കെട്ടകാലത്താ ഞാനും നീയൊക്കെ ജീവിക്കുന്നത്. ലഹരിക്ക് അടിമപ്പെട്ട് അച്ഛനും അമ്മയും കൊലപ്പെടുത്തുന്ന മക്കളുടെ കാലം. അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടാതെ, പരിഗണന കിട്ടാതെ പല മക്കളും വഴിതെറ്റി പോവാ. അവരിലേക്കുള്ള ശ്രദ്ധയില്ലാതെ, അവരെ കേൾക്കാതെ ജീവിക്കുന്നവർ തന്നെയാ വലിയ നാശത്തിലേക്ക് മക്കളെ പറഞ്ഞയക്കുന്നത്. സ്വന്തം അച്ഛനമ്മ ആരെന്ന് തിരിച്ചറിയാതെ അറിഞ്ഞിടക്കുന്ന ആ കുട്ടി നിന്റെ മകളാ ബലരാമ. ഇന്നവള് കത്തിയെടുത്തു, നാളെ അവള് വാളെടുക്കും തനിക്കെതിരെ. പ്ലീസ്, ഇപ്പൊ എനിക്ക് എന്റെ കുടുംബമാണ് വലുത്. അവരെ എനിക്ക് സംരക്ഷിച്ചേ പറ്റൂ. ആരുടെയെങ്കിലും കത്തിമുനയ്ക്ക് അവരെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ചന്ദ്രമതിയോട് എന്തു പറയണം, ബാക്കിയുള്ളവരെ എങ്ങനെ നേരിടണം ഒക്കെ നീ തന്നെ തീരുമാനിച്ചാൽ മതി. അതിനൊന്നും പോംവഴി കണ്ടുപിടിക്കാനോ ഉപദേശം തരാനോ ഒന്നും ഞാനില്ല. ചന്ദ്രമതി പറഞ്ഞു കുറച്ച് അകന്ന് കഴിയുന്നതായിരിക്കും നല്ലതെന്ന്. അകലുകയോ അടുക്കുകയോ എന്തു വേണോ വായിക്കോ, ഒക്കെ നിന്റെ മകൾ ഏറ്റെടുത്ത ശേഷം. സിദ്ധു, നീ എന്നെ അങ്ങനെ തള്ളിക്കളയും പോലെ പറയാതെ, എന്നെ ഒറ്റപ്പെടുത്താതെ. നിന്നെ ഞാൻ തള്ളിക്കളയുന്നൊന്നുമല്ല. പക്ഷേ എന്റെ വീട്ടുകാരുടെ മുന്നിൽ എനിക്ക് ഒറ്റപ്പെടാൻ വയ്യേ. ഇനി സ്വന്തം മകളെ ഒന്ന് നുള്ളി നോവിച്ച വേദനിക്കുന്ന ഹൃദയ ഏതൊരച്ഛന്റെയും. എനിക്കും അങ്ങനെ തന്നെ. എന്റെ രജനിയെ കുത്തി ആരായിരുന്നാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷേ കുത്തിയാളിന്റെ മേൽവിലാസവും എന്റേത് തന്നെയാ. അത് മാറ്റണം. സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന്റെ മകളല്ല, തേവക്കാട്ട് ബലരാമന്റെ മകളാണ് തനുജ എന്ന് വിളിച്ചു പറയണം. എന്തായാലും ഈ കേസിൽ നിന്റെ മോള് അറസ്റ്റ് ആവാതെ ഞാൻ നോക്കിക്കോളാം. മറ്റൊന്നും കൊണ്ടല്ല, അവളുടെ അറസ്റ്റ് പല അന്വേഷണങ്ങളിലേക്കും വഴിവെക്കും. മേരി തോമസ് രംഗത്ത് വരേണ്ടി വരും. മേരി തോമസിന് ഈ കാര്യം അറിയിക്കണോ, ഈ വിഷയം അവരുടെ മുമ്പിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം ഒക്കെ നീ തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. അതിലൊന്നും ഞാൻ തലയിടുന്നില്ല. അതിനെച്ചൊല്ലി തല പോയിക്കുന്നുമില്ല. എനിക്ക് മോചനം വേണം. നിന്നോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ ഞാൻ ചെയ്തു. നിന്റെ കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ഞാൻ രക്ഷിച്ചു. അന്ന് ഞാൻ ചെയ്ത തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ ബാക്കി എന്തിലൊക്കെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കാര്യത്തിൽ ഞാൻ ചെയ്തത് 100% ശരിയാണെന്ന് എന്റെ മനസാക്ഷി എന്നോട് പറയും. സമൂഹം അത് തന്നെ പറയും. ബാക്കിയൊക്കെ നീ തീരുമാനിക്കും. പക്ഷേ സമയമില്ല, വേഗം വേണം.
നീ തീരുമാനം എടുത്തില്ലെങ്കിൽ എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.